Good morning, one and all. Welcome to our class. Today, let's go to the next chapter. It's a very interesting short story, Matchbox by Ashapurna Devi. Ashapurna Devi was a prominent novelist and poet in Bengali literature, and she portrayed the helplessness and claustrophobia of women's lives under patriarchy in the mid-20th century. Her magnum opus, the trilogy Pradhama Pratishruti, Subarnalata and Bagulkada, symbolizes an endless struggle for women to achieve equal rights. She was awarded Jnanapith Award and Padma Shri by the Government of India. In this short story, Matchbox, she unveils the unhealthy man-woman relationship existing in most Indian families. This short story, the central character or heroine of this story is a very beautiful girl, Nomida, and the hero is Ajit, a very rich man. നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. അപ്പോൾ നമ്മളുടെ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി. ഇതിൻ്റെ ഓതർ ഒരു ബംഗാളി റൈറ്ററാണ്, ആശപൂർണ ദേവി എന്ന് പറയും. അവർ വിശ്വസാഹിത്യകാരി അല്ലെങ്കിൽ ഒരു സാഹിത്യരത്നം, അത്രയും പ്രസിദ്ധമായ ഒരു എഴുത്തുകാരിയാണ്. അത്രയും നല്ല ഒരു ശൈലിയാണ് അവരുടേത്. അവരുടെ എല്ലാ നോവൽസും എല്ലാ കൃതികളും തന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന എഴുത്തുകളാണ്. ഹെർ മാഗ്നം ഓപ്പസ്, മാസ്റ്റർ പീസ്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും മഹത്തായ കൃതി ഒരു ട്രിലോജി എന്ന് പറഞ്ഞാൽ 3 ബുക്കുകൾ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളത്. അതായത് ഒരു നോവലിൻ്റെ കണ്ടിന്യൂവേഷൻ, പ്രഥമ പ്രതിശ്രുതിയുടെ കണ്ടിന്യൂവേഷനാണ് സുവർണലത, അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ബഗുൾ കഥ. ഇത് 3 സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന 3 നോവലുകളാണ്. 3 നോവലുകളും ഇൻഡിപെൻഡൻ്റായിട്ട് വായിച്ചാലും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് ആഴത്തിൽ നമുക്കതിനെ ആസ്വദിക്കാനും ചിന്തിക്കാനും നമുക്ക് നമ്മളുടെ കഴിവുകളെക്കുറിച്ച് നമ്മളൊക്കെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് 3 വായിക്കുമ്പോഴാണ്. ഞാൻ ഈ 3 നോവൽസും പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് പഠിക്കാനുള്ളത് മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ്. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി. ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഹീറോയിൻ എന്ന് പറയുന്നത് അതീവ സുന്ദരിയായൊരു പെൺകുട്ടി നോമിത. അതുപോലെ ഹീറോ എന്ന് പറയുന്നത് വളരെ ധനികനായ ഒരാൾ അജിത്ത്. അവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ ഹീറോയും ഹീറോയിനും. നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. ഐ ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. വൈ? ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. Even though they have enough gunpowder to set 100 langas aflame, they sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് അതിന് ശേഷം. ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സ്. തീപ്പെട്ടികളുമായിട്ടാണ് ഞാൻ എപ്പോഴും സ്ത്രീകളെ കമ്പയർ ചെയ്യുന്നത്. റൈറ്റർ എപ്പോഴും സ്ത്രീകളുടെ കാണുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് ഒരു കമ്പാരിസൺ നടത്തുകയാണ് തീപ്പെട്ടിയുമായിട്ടാണ്. തീപ്പെട്ടി ഭയങ്കര പവർഫുള്ളാണ്. കാരണം ഇനഫ് ഗൺ പൗഡർ ടു എഫ്ലെയിം 100 ലങ്കാസ്. ഒരു 100 ലങ്കകൾ കത്തി ദഹിപ്പിക്കാനുള്ള അത്രയും പവർ ഒരു തീപ്പെട്ടിക്കുണ്ട്. ബട്ട് ഈവൻ ദെൻ they sit around meek innocent in the kitchen, in the pantry, in the bedroom. എവിടെ വേണമെങ്കിലും നമുക്ക് അതിനെ വളരെ സേഫായിട്ട് വയ്ക്കാം. പാൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോർ റൂം, മീക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഹമ്പിൾ, വളരെ ശാന്തമായിട്ട്. ഒരു തീപ്പെട്ടി വെറുതെ അങ്ങനെ ഇരുന്ന് വെച്ചാൽ ഒരിക്കലും ഡേഞ്ചറസ് അല്ല, ഒട്ടും അപകടകാരിയല്ല അത്. അപ്പോൾ അതുപോലെ തന്നെയാണ് സ്ത്രീകളും. വളരെ പവർഫുള്ളാണ്, വളരെ സ്ട്രോങ് ആണ്, വളരെ ടാലൻറ്റഡ് ആണ്. പക്ഷേ എന്ത് പറ്റും, ഇങ്ങനെ വളരെ മേക്ക് ആൻഡ് സൈലൻ്റ് അല്ലെങ്കിൽ ഇന്നസെൻ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ വീടിൻ്റെ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഒരു സ്ത്രീയുടേത്. ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് ദാറ്റ് എനോർമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അപ്പോൾ റൈറ്റർ നമ്മളെ വളരെ എനോർമസ്, വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു 3 നില വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ഒരു സൺഡേ മോർണിംഗ്. The washerman has come and is waiting. Moments before handing over a heap of Ajit's dirty clothes to the washerman, Nomida goes through the pockets one last time and discovers the letter. വസ്ത്രങ്ങൾ വാഷർമാന് കൊടുക്കുന്നതിന് മുന്നേ വസ്ത്രങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക, എല്ലാവർക്കും ഒരു ശീലമുണ്ട്. അപ്പോൾ നോമിത എന്ന് പറയുന്ന നമ്മുടെ ഹീറോയിൻ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ അവളുടെ ഹസ്ബൻഡിൻ്റെ വേഷങ്ങളെല്ലാവരും പോക്കറ്റുകളൊക്കെ ഒന്നും കൂടെ പരിശോധിച്ചിട്ട് വാഷർമാന് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ദെൻ ഷീ ഡിസ്കവേഴ്സ് ദ ലെറ്റർ. ആ പോക്കറ്റിൽ ഒരു ലെറ്റർ കിടക്കുന്നു. എ ട്വിസ്റ്റഡ് കമ്പിൾഡ് എൻവലപ്പ് വിത്ത് ഇസ് മൗത്ത് ടോൺ ആൻഡ് ഓൺ ദ എൻവലപ്പ് നോമിതാസ് നെയിം.
അത് ആരുടെ അഡ്രസ്സിലുള്ളതായിരുന്നു? നോമിതയുടെ അഡ്രസ്സിലുള്ളതായിരുന്നു. പക്ഷെ അത് ചുരുട്ടി കൂട്ടി അതിൻ്റെ വെച്ചാൽ അതിൻ്റെ ആ ഓപ്പൺ ചെയ്യുന്ന അറ്റം കീറിയിട്ടുണ്ട്. ക്രംബിൾഡ് എൻവലപ്പ്. ക്രംബിൾഡ് എന്ന് പറഞ്ഞാൽ മൊത്തം ടിസ്റ്റ് ചെയ്ത് ഞെരുക്കി കൂട്ടി ചുരുട്ടി കൂട്ടി എറിയാനായിട്ട് വെച്ചിരുന്ന ഒരു സാധനമായിരുന്നു. എ ഫ്ലെയിം ഗോസ് അപ്പ്, ഡോപ്പ് ഇൻ ഓൾ നോമിതാസ് നെർവ്സ് ആൻഡ് വെയിൻസ്. ഷീ ഡ്രോപ്സ് ദ ക്ലോസ് ഇൻ ഹെർ ഹാൻഡ് ആൻഡ് സിറ്റ്സ് ഓൺ ദ bed to open the letter. The first thing she looks at is the date, and going by the date the letter must have come about 3 days earlier. അവർ മൊത്തം അതൊന്ന് പരിശോധിച്ചു. വസ്ത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് അവർ ലെറ്ററിൽ കൂടെ ഒന്ന് നോക്കി. അപ്പം ലെറ്റർ എന്നാ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യമേ അതിൻ്റെ ഡേറ്റ് ഒന്ന്, അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ ലെറ്റർ വരുമ്പോൾ അതിലൊരു സീല് വയ്ക്കും. അപ്പോൾ ആ സീലിൻ്റെ ഡേറ്റും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. അപ്പോൾ അത് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം എബൌട്ട് 3 days earlier. 3 ദിവസം മുന്നേ വന്ന ലെറ്ററാണെന്ന് അവർക്ക് മനസ്സിലായി. She turns over the envelope and matches the postmark to the date. That too bears the same witness. ഞാൻ പറഞ്ഞു അതിൻ്റെ കവറിൻ്റെ പുറമേയും ഒരു സീലുണ്ട്. ആ സീലിലും കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരേ ഡേറ്റാണ്. ലെറ്റർ ഈ വന്നിരിക്കുന്നതും ഒരേ ഡേറ്റിലാണ്. ആ പുറമേ ഉള്ളതും അതിൻ്റെ ഉള്ളിലുള്ളതും. അപ്പോൾ ഇത് സെയിം വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന്. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാക്ഷി എന്നാണ്. ഇവിടെ മീനിങ് രണ്ടും ഒരു ഡേറ്റ് ആണെന്ന്. ദ ലെറ്റർ കെയിം 3 days ago. 3 ദിവസം മുന്നേ വന്ന കത്താണ്, അവൾ ഉറപ്പിച്ചു. അജിത്ത് ഹാസ് ഓപ്പൺഡ് ഇറ്റ് ആൻഡ് read it and then crumbled it and twisted it and dropped it into his pocket and left it there. Hasan felt the need to mention it even once to Nomida. അജിത്ത് ഹസ്ബൻഡാണ്. ഓപ്പൺ ചെയ്തു, വായിച്ചു, ചുരുട്ടി കൂട്ടി പോക്കറ്റിലിട്ടു. എന്നിട്ടോ ആൻഡ് ഹാസിൻ ഫെൽറ്റ് ദ നീഡ് ടു മെൻഷൻ ഇറ്റ് ഈവൻ വൺസ് ടു നോമിത. നോമിതയുടെ അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് പോലും സൂചിപ്പിക്കണമെന്ന് പോലും അദ്ദേഹം ചിന്തിച്ചില്ല. The flame that had gone up dropped now and burned steadily, hissing and sounding its notes on each of his mind strings. The flame that had gone up dropped now burned steadily, hissing, sounding its notes on each of his mind strings. അവൾക്ക് ദേഷ്യം കൊണ്ട് അവൾ തിളക്കിയാണ്. കാരണം ഇതിനു മുന്നേ ലെറ്റർ വരുമ്പോഴും ഒരുപക്ഷെ ഇവൾക്ക് കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹം വായിച്ചതിന് ശേഷമായിരിക്കാം കൊടുക്കുന്നത്. എന്തായാലും അവൾക്ക് ഈ ദേഷ്യം അങ്ങോട്ട് തിളച്ച് കത്തി അവളുടെ സർവ്വ ഞരമ്പുകളും അങ്ങ് വലിഞ്ഞു മുറുകയാണ്. ബിക്കോസ് ഓഫ് ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്, ഇറ്റ്സ് ഡെലിബറേറ്റ്. കാരണം ബിക്കോസ് ദിസ് ഇൻസിഡൻറ്റ്, ഈ സംഭവം, നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്, പെട്ടെന്ന് വന്ന ഒരു നോട്ടക്കുറവോ അല്ലെങ്കിൽ ഒരു പെശകോ ഒന്നുമല്ല, ഡെലിബറേറ്റ്, മനഃപൂർവ്വം അദ്ദേഹം തരാതിരുന്നതാണ്. അജിത്ത് നേച്ചർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അജിത്തിൻ്റെ ഒരു നേച്ചർ അങ്ങനെ. Somehow he gained the possession of key to the letter box, fishing it through the gaps among the 52 hands of this joint family. 52 കൈകളുള്ള എന്ന് പറഞ്ഞ് 26 മെമ്പേഴ്സുള്ള ഈ ബിഗ് ജോയിൻറ്റ് ഫാമിലി, ഈ വലിയൊരു കൂട്ടുകുടുംബത്തിലെ ആ ലെറ്റർ ബോക്സ്, അവരുടെ ഗേറ്റിലൊരു ലെറ്റർ ബോക്സ് ഒക്കെ ഉണ്ട്. ഫിഷിങ് ഇറ്റ് ത്രൂ എങ്ങനെയും കൈക്കലാക്കുകയാണ്. ഇതിനകത്ത് ഇങ്ങനെ കുറേ ഫ്രേസസ് ഒക്കെ ഉണ്ട്. ഈ ഷോർട്ട് സ്റ്റോറിയിൽ ഇങ്ങനത്തെ കുറേ ഫ്രേസസ് ഉണ്ട്. ഫിഷിങ് ഇറ്റ് ത്രൂ എങ്ങനെയും അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് കൈക്കലാക്കി. ആൻഡ് വെൻ എവർ ദർ ഈസ് എ ലെറ്റർ വിത്ത് നോമിതാസ് നെയിം ഓൺ ദ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ കവറാണ്. എൻവലപ്പ് ഹി ഓപ്പൺസ് ഇറ്റ് ആൻഡ് റീഡ് ഇറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ഹി ഗിവ് ഇറ്റ് ടു ഹെയർ. എപ്പോഴെങ്കിലും നോമിതയ്ക്ക് ഒരു കത്ത് വരുവാണെങ്കിൽ ആദ്യം തന്നെ അതെന്ത് ചെയ്യും, അദ്ദേഹം ഒന്ന് വായിക്കും. അതിനുശേഷം ഓപ്പൺ ചെയ്ത് വായിച്ച് അതിന് ശേഷമാണ് എപ്പോഴും നോമിതയ്ക്ക് കൊടുക്കുക. ഇറ്റ്സ് പോസിബിൾ ദാറ്റ് ഓഫൻ ടൈംസ് ഹി ഡസൻ ഗിവ് ഇറ്റ് ടു ഹെയർ അറ്റ് ഓൾ. കൊടുത്തില്ല എന്നും വരാം. അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് എ സസ്പിഷൻ ദാറ്റ് ഹാസ് ടേക്കൻ ഡീപ്പ് റൂട്ട് ഇൻ നോമിതാസ് മൈൻഡ്. ആ സസ്പിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ട്. അതുകൊണ്ടാണ് നോമിതയ്ക്ക് ഒരു ഡൗട്ട് വരാൻ കാര്യം. എന്തുകൊണ്ടാണ് ഈ ലെറ്റർ എനിക്ക് തരാത്തത്? അല്ലെങ്കിൽ കൃത്യമായിട്ട് എപ്പോഴും ലെറ്റർ തരുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ സംശയിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഈവൻ ദോ ടു ദിസ് ഡേ അജിത്ത് കനോട്ട് ട്രൂത്ത്ഫുള്ളി മേക്ക് ദ ക്ലെയിം ദാറ്റ് ഹി ഹാസ് ബീൻ ഏബിൾ ടു ഡിസ്കവർ എനി ലെറ്റർ ഇൻ ദ സ്ലൈറ്റസ്റ്റ് ഡിഗ്രി സസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ സംശയം തന്നെ. അപ്പോൾ നമുക്ക് വരുന്ന കത്തുകൾ, അല്ലെങ്കിൽ നോമിതയുടെ അഡ്രസ്സിൽ വരുന്ന കത്തുകൾ എപ്പോഴും അത് എടുക്കുക, എങ്ങനെയും അത് ആ ഒരു വലിയ ലെറ്റർ ബോക്സിൽ അവൾക്ക് മാത്രം വരുന്ന കത്തുകൾ എങ്ങനെയും ഒന്ന് എടുക്കുക, അതൊന്ന് പൊട്ടിച്ച് വായിക്കുക. ഇതിൻ്റെ പിന്നിൽ എത്ര ആലോചിച്ചിട്ട് നോമിതയ്ക്ക് മനസ്സിലാവുന്നില്ല എന്താ കാര്യം എന്ന്. ഒരിക്കൽ പോലും ഒരു സ്ലൈറ്റസ്റ്റ് ഡിഗ്രി സസ്പീഷ്യസ്, എന്തെങ്കിലും ഒരു നമ്മളെ സംശയാസ്പദമായ രീതിയിൽ ഒരു കത്തും നാളിതുവരെ നോമിതയ്ക്ക് വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം കത്തുകളെല്ലാം വന്നു കഴിഞ്ഞാൽ പൊട്ടിച്ച് വായിക്കും. Still this ugly habit of his won't go. അഗ്ലി ഹാബിറ്റ്, അദ്ദേഹത്തിൻ്റെ ഈ ഡേർട്ടി ഹാബിറ്റ്, ഈ വൃത്തികെട്ട സ്വഭാവം ഇനിയും നിന്നിട്ടില്ല.
Not with Nomida's anger, not with her taking offense, not with the bitter reproaches, her trying to shame him, sarcasm, not with anything. എന്ത് തന്നെ പറഞ്ഞിട്ടും എന്തായാലും ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തു നോക്കി, അവരെ ആക്രമിക്കുന്ന രീതിയിൽ അങ്ങോട്ട് പരുഷമായിട്ട് സംസാരിച്ച് നോക്കി, അതിന് കളിയാക്കി നോക്കി, പരിഹസിച്ച് നോക്കി. സർക്കസ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുകയാണ്. ഇതെല്ലാം ചെയ്തു നോക്കിയിട്ടും അദ്ദേഹത്തിൻ്റെ ഈ മോശം ഒരു ഹാബിറ്റ് നിർത്താനായിട്ട് നോമിതയെക്കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. If she mentions it, he first tries to laugh it away, and if the laughter doesn't get him out of deep water, he scolds her. അതാണ് ഇഫ് ഷീ മെൻഷൻസ് ഓഫ് ഇറ്റ്, എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചാൽ, സൂചിപ്പിച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യും? ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ, ചിരിച്ചത് തള്ളികളയും. ഇഫ് ദ ലാഫ്റ്റർ ഡസൻ ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ, ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ഫ്രം ദ പ്രോബ്ലം, അല്ലെങ്കിൽ അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ വളരെ സമർത്ഥമായിട്ട് എന്ത് ചെയ്യും? അവളെ അവിടെ സ്കോൾഡ്, വഴക്ക് പറഞ്ഞ് അവിടെ ഇരുത്തും. ഷി സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ് ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ. അവൾ ആ ലെറ്റർ ഒന്ന് വായിച്ചു നോക്കി. ഇറ്റ് ഈസ് നത്തിങ് മച്ച്, എ ലെറ്റർ ഫ്രം നോമിദാസ് മദർ. നോമിതയുടെ അമ്മയുടെ കത്താണത്. ഇറ്റ്സ് ഹെർ സ്റ്റാൻഡേർഡ് സ്പീച്ച്. ദ ഗുഡ് വുമൺ ഹാസ് വൺസ് അഗെയിൻ പ്ലേസ്ഡ് ഓൺ ദ റെക്കോർഡ് the news of her various hardships and complaints getting worse, misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through in ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of this collapsed roof. ആ കത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് സ്പീച്ച്, ഇത് അവരുടെ ഒരു യൂഷ്വൽ എപ്പോഴും വരുന്ന സ്ഥിരം പരാതി എന്നുള്ള മീനിങ്ങിലാണ് സ്റ്റാൻഡേർഡ് സ്പീച്ച് അവിടെ. ദ ഗുഡ് വുമൺ ഹാസ് വൺസ് അഗെയിൻ പ്ലേസ്ഡ് ഓൺ ദ റെക്കോർഡ് ദ ന്യൂസ് ഓഫ് ഹെർ വേരിയസ് ഹാർഡ്ഷിപ്സ്. ഹാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ദുരിതങ്ങൾ, അവരുടെ കംപ്ലയിൻറ്റ്, പരാതികൾ. ഗെറ്റിംഗ് വേഴ്സ്, മിസ്ഫോർച്യൂൺ അപ്പോൾ മിസ്ഫോർച്യൂൺ, ദുരിതങ്ങൾക്ക് പുറകെ ദുരിതങ്ങൾ. എന്താണ് ദുരിതങ്ങളെന്ന് നോക്കാം. ദ സീലിംഗ് ഓഫ് ഹെർ റൂം ഈസ് ക്രാക്ഡ് ആൻഡ് ദ റെയിൻ വാട്ടർ ഫോൾസ് ത്രൂ ഇൻ സീസ്ലെസ് സ്ട്രീംസ്. അവരുടെ വീടിൻ്റെ മേൽക്കൂര അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം സീസ്ലെസ്, അവിടെ അണമുറിയാതെ താഴത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇഫ് ദിസ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റെമഡീഡ്, ഇത് പെട്ടെന്ന് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഷി വിൽ ഹാവ് ടു ഡ്രൈ ക്രഷ്ഡ് അണ്ടർ ദ വെയ്റ്റ് ഓഫ് ദ കൊളാപ്സ് റൂഫ്. അതിൻ്റെ അടി കടന്ന്, ആ കെട്ടിടത്തിൻ്റെ മേൽക്കൂര തകർന്ന് അതിനടി കടന്ന് അവർ മരിച്ചു. ഓഫ് കോഴ്സ് ഷീ ഡസ് നോട്ട് ഡ്രെഡ് ദാറ്റ് ഇവൻച്വാലിറ്റി. ഹെർ ഡോട്ടർ ഈസ് എ ക്വീൻ, ഹെർ സൺ ഇൻ ലോ ഈസ് എ ഹൈ മൈൻഡഡ്, ലാർജ് ഹാർട്ടഡ്, ദെർഫോർ എക്സെട്ര എക്സെട്ര. ഷീ ഡസ് നോട്ട് ഡ്രെഡ് ദാറ്റ് ദ ഇവൻച്വാലിറ്റി. ഇനി എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നോ അവർ ചിന്തിക്കുന്നില്ല. ഹെർ ഡോട്ടർ, അവരൊന്നും മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഹെർ ഡോട്ടർ ഈസ് എ ക്വീൻ. ആ നാട്ടിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ് അജിത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ നാട്ടിലെ രാജ്ഞി. മരുമകനാണെങ്കിൽ വളരെ വിശാല ഹൃദയൻ, ബ്രോഡ് മൈൻഡഡ്, ലാർജ് ഹാർട്ടഡ്, ഹൈ മൈൻഡഡ്, അങ്ങനെ പോകുന്നു വിശേഷണങ്ങൾ. An indigent poor widow without husband or son, and she was successful in consigning her daughter to a wealthy family's house on the strength of her look alone. അവരുടെ ഒരു പ്രത്യേകത, അവരുടെ ഒരു ഇൻഡിജൻ വിഡോ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്ട്രീംലി പുവർ വിഡോ, വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ, അച്ഛനും ഇല്ല, ഒരു സഹോദരനും ഈ നോമിതയ്ക്കില്ല. But she was successful in consigning her daughter to a wealthy family's house on the strength of looks alone. എന്ന് പറഞ്ഞാൽ അവളുടെ സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും സമ്പന്നമായ ഒരു വീട്ടിലേക്ക് അവളെ അയക്കാൻ കഴിഞ്ഞത്. അതൊരു പക്ഷേ ആ അമ്മയുടെ മിടുക്കാണെന്ന് അത് അമ്മ തന്നെ അതിൽ അഭിമാനിക്കുന്നു. ബട്ട് ദ ഗുഡ് ലേഡി ഹാസ് നെവർ സ്റ്റോപ്പ് ടേക്കിംഗ് ക്രെഡിറ്റ് ആൻഡ് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ആ ഒരു പക്ഷേ അവർ ചെയ്യുന്ന എപ്പോഴും ഏത് ചെറിയ കാര്യത്തിനും തൻ്റെ മകൻ്റെ മുമ്പിൽ അല്ല മരുമകൻ്റെ മുമ്പിൽ കൈനീട്ടാൻ അവർക്ക് ഒരു മടിയും ഇല്ല. ഫോർ ഹെർ സ്കിൽ ഇൻ ദ മാറ്റർ ആൻഡ് ഷീ ഹാസ് ബീൻ ഫൈൻഡിങ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഓൾ അലോങ്. അവർ മിക്കവാറും എപ്പോഴും ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് മകളോട് അല്ലെങ്കിൽ മരുമകനോട് ഓരോരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ശീലം അവർക്കുണ്ട്. Whenever Ajit sees a new letter from Nomida's mother, he smiles derisively and says, "Why bother to read that? I'll go and fill out a money order form." അപ്പം ഡെർസീവ് എന്ന് പറഞ്ഞാൽ പുച്ഛം. എപ്പോഴെങ്കിലും നോമിതയുടെ അമ്മയുടെ ഒരു കത്ത് നോമിതയ്ക്ക് വരുന്ന കണ്ടാൽ ഇദ്ദേഹത്തിൻ്റെ പുച്ഛമാണ്. കത്ത് വായിക്കേണ്ട ആവശ്യം തന്നെയില്ല.
ആ കത്ത് കണ്ടാൽ ഉടനെ തന്നെ ഒരു മണി ഓർഡർ ഫോം മേടിച്ച് പൈസ അയച്ചാൽ മതി. അത്ര തന്നെ ആ സംസാരത്തിൽ തന്നെ നോമിതയോടും നോമിതയുടെ അമ്മയോടുമുള്ള പുച്ഛമാണ് ഇദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ മുഴുവനും. നോമിതാസ് ഹെഡ് ഹാങ്സ് ലോ വിത്ത് ദ ഷെയിം ആൻഡ് ഇൻസൾട്ട് ഓഫ് ഇറ്റ് ആൻഡ് സോ സം ടൈം എഗോ ഔട്ട് ഓഫ് ആങ്കർ ആൻഡ് ഗ്രീഫ് നോമിത ഫോർബൈഡ് ഹെയർ മദർ ഫ്രം റൈറ്റിംഗ് ടു ഹെർ ഓൺ പോസ്റ്റ് കാർഡ്. അപ്പോൾ ഈ മുന്നേ നോമിതയുടെ അമ്മ അയച്ചിരുന്ന പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ, ഒറ്റ ഷീറ്റേ ഉള്ളൂ, സിംഗിൾ ഷീറ്റാണ്. അപ്പോൾ അതിനകത്ത് അയക്കുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ വായിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അമ്മയടുത്ത് പല പ്രാവശ്യം അവൾ വിലക്കി, ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വിലക്കി, ഇനി ഇങ്ങനെ കത്തെഴുതരുത്, എനിക്ക് അപമാനം, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം എന്നെ ഇങ്ങനെ എപ്പോഴും കളിയാക്കലും എന്നെ അപമാനിക്കലും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മേലാൽ എനിക്കിങ്ങനെ പോസ്റ്റ് കാർഡിൽ എഴുതരുതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്, മേലെ കത്തെഴുതരുതെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഷീ തോട്ട് ദാറ്റ് ഫ്രം ദെൻ ഓൺ ഷി വുഡ് ട്രൈ ടു സെൻഡ് ഹെയർ എ ലിറ്റിൽ മണി വാട്ട് എവർ ഷീ കുഡ് പുൾ ടുഗദർ ഇൻ സീക്രറ്റ്. അതിനുശേഷം തന്നെയുമല്ല, എങ്ങനെയെങ്കിലും കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് സീക്രട്ടായിട്ട് അമ്മയ്ക്ക് കൊടുക്കാമെന്നായിരുന്നു ഈ പെൺകുട്ടി ധരിച്ചിരുന്നത്. സോ ദിസ് വാസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്സ് ടു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അമ്മ എന്ത് ചെയ്തു, കത്തുകൾ പോസ്റ്റ് കാർഡിൽ നിന്ന് മാറ്റിയിട്ട് എൻവലപ്പിലേക്ക് അയക്കാൻ, എൻവലപ്പ് എന്ന് വെച്ചാൽ കവറിൽ അയക്കാനായിട്ട് ശ്രമിച്ചു. സഡൻലി നോമിതാസ് ഫ്ലെയിംസ് ഇൻറ്റു ആങ്കർ അറ്റ് ഹെർ മദർ. അപ്പോൾ അവൾക്ക് ദേഷ്യം അമ്മയോടായി. കാരണം എന്താ, എപ്പോഴും ഇങ്ങനെയുണ്ട് ഒരു പൈസയുടെ ആവശ്യം, എപ്പോഴും ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ അവൾ അമ്മയോട് ദേഷ്യപ്പെടുകയല്ല, അവൾ അങ്ങനെ അമ്മയെക്കുറിച്ച് ദേഷ്യത്തിൽ ചിന്തിക്കുകയാണ്. സഡൻലി നോമിത ഫ്ലെയിംസ് ഇൻറ്റു ആങ്കർ അറ്റ് ഹെർ മദർ. വൈ ഡസ് ഷീ കീപ്പ് ഓൺ ബെഗിങ് ലൈക്ക് ദിസ്. ഇതുപോലെ യാചിക്കാൻ നാണാവില്ലേ അമ്മയ്ക്ക്? Why don't she let Nomita keep her self-respect, her dignity? അവൾക്കൊരു അന്തസ്സുണ്ട്, ഒരു ആത്മാഭിമാനമുണ്ട് എന്ന് എന്തുകൊണ്ട് അമ്മ ചിന്തിക്കുന്നില്ല? നോ, ദിസ് ടൈം ഷീ വിൽ റൈറ്റ് ആൻഡ് ടെൽ ഹെർ മദർ ക്ലിയർലി. ഈ പ്രാവശ്യം ഞാൻ തീർച്ചയായിട്ടും അമ്മയ്ക്ക് എഴുതിയിരിക്കും. എന്തെഴുതും? ഐ കാൻ ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. അണ്ടർലൈൻ ചെയ്യണേ. ഇനി മേലാൽ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്, ഞാൻ ഇനി മേലാൽ യാതൊരു ഹെൽപ്പും അമ്മയ്ക്ക് ചെയ്യുന്നതല്ല. റൈറ്റ് ദെൻ, ഇത്രയൊക്കെ ചിന്തിച്ച് കൂട്ടിയിരിക്കുന്ന ആ സമയത്ത് അപ്പോഴേക്കും അജിത്ത് സ്റ്റെപ്സ് ഇൻ ടു ദ റൂം ആഫ്റ്റർ ഫിനിഷിംഗ് ഹിസ് ലെഷർലി സൺഡേ ബാത്ത്. നോമിത ഷാർപ്പ് ഇൻഡിഗ്നേഷൻ ദ ഇൻസൾട്ട് സിമറിങ് ഓൾ ദീസ് വൈൽ ആൻഡ് സീംസ് ടു വാണ്ട് ടു ഡാഷ് ഇറ്റ് സെൽഫ് വയലൻ്റ്ലി അഗൻസ്റ്റ് ഹിം. നോമിത ഇങ്ങനെ രണ്ട് കാര്യത്തിൽ രണ്ടുപേരോട് ദേഷ്യമാണ്. ഒന്ന്, ഹസ്ബൻഡ് ലെറ്റർ പൊട്ടിച്ചു വായിച്ചു, കൊടുത്തിട്ടില്ല, കാണിച്ചിട്ടില്ല, ചുറ്റുകൂട്ടി കളയാനായിട്ടായിരിക്കണം പോക്കറ്റിൽ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു. അമ്മയാണെങ്കിൽ സ്ഥിരം ഒറ്റ കാര്യം അമ്മയ്ക്ക് ആവശ്യമുള്ളൂ, പൈസ. ഇത് രണ്ടും കൂടെ വന്നപ്പോഴത്തേന് നമുക്ക് രണ്ട് കൂട്ടരോടും ദേഷ്യമായി. ഈ ദേഷ്യം എല്ലാം കൂടെ എങ്ങോട്ട് വരിക? കുളിയൊക്കെ കഴിഞ്ഞ് അജിത്ത് വരും, സൺഡേ ലഷേളി ബാത്ത്. നോമിത ഷാർപ്പ് ഇൻഡിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ അവളുടെ ആ ദേഷ്യം, ആ കത്തി ജ്വലിച്ചിരിക്കുന്ന ദേഷ്യം അറ്റ് ദ ഇൻസൾട്ട്, അവളെ അപമാനിക്കുന്നതിൽ. സിമറി എന്ന ബോയിൽ തിളച്ചു മറിയാണ്. ആൻഡ് ഓൾ ദീസ് വൈൽ, ഇതുവരെ അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സീംസ് ടു വാണ്ട് ടു ഡാഷ് ഇറ്റ് സെൽഫ്, അത് എവിടെയെങ്കിലും ഒന്ന് കൊട്ടിച്ചൊരിയണം, അജിത്തിലേക്ക് കൊട്ടിച്ചൊരിയണം, റെഡിയായിട്ടിരിക്കുകയാണ്. വയലൻ്റ്ലി അഗൈൻസ്റ്റ് ഹിം, അവനെ ആക്രമിക്കാനുള്ള രീതിയിലാണ് ദേഷ്യം, അത്ര ദേഷ്യത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. നോമിത റോസ് ഔട്ട്, അവൾ അലറിക്കൊണ്ട് ചോദിക്കുകയാണ്, വെൻ ഡിഡ് ദിസ് ലെറ്റർ അറൈവ്, എപ്പോഴാണ് ഈ കത്ത് വന്നത്? അജിത്ത് ഗ്ലാൻസസ് അറ്റ് ഹെർ ഒബ്ലിക്ലി, ഗ്ലാൻസ് ചെയ്യുന്ന നോക്കുക, ഒബ്ലീഗ്ലി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് നോക്കുവാണ്. എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹീസ് എറർ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ മീനിങ് അദ്ദേഹത്തിൻ്റെ തെറ്റിൻ്റെ വ്യാപ്തി. അദ്ദേഹത്തിന് തെറ്റെന്താണ്? കത്ത് കൊടുത്തില്ല എന്നുള്ള തെറ്റ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് എന്താ? അനദർ ഹാൻഡ് ഫുൾ ഓഫ് ക്യാഷ് ഫോർ ദീസ് ഹി ഹാഡ് തോട്ട് ആൻഡ് ഡിസൈഡഡ് നോട്ട് ടു ഗിവ് ദ ലെറ്റർ ടു നോമിത. ഹി വാസ് ഗോയിങ് ടു ടിയർ ഇറ്റ് അപ്പ് ആൻഡ് ത്രോ ഇറ്റ് അവേ ആൻഡ് ഹി ഹാസ് മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക്. അത് അണ്ടർലൈൻ ചെയ്യണം. ഹി ഹാസ് മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത് അവിടെ എന്താ തെറ്റ്? അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇനി ഒരു കുറച്ച് പൈസയാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ലെറ്റർ ആരും കാണിക്കാതിരുന്ന പ്രശ്നമില്ലല്ലോ. അപ്പോൾ ലെറ്റർ ചുരുട്ടി കൂട്ടി കീറി കളയാനായിരുന്നു അദ്ദേഹം ഇരുന്നത്. ത്രോ ഇറ്റ് അവേ, ബട്ട് ഹി ഹാസ് മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക്. പക്ഷേ അദ്ദേഹം അതിന് കളയാൻ പറ്റിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കായിട്ട് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ചിലപ്പോൾ തെറ്റ് പറ്റും കേട്ടോ. മുകളിലത്തേനകത്ത് ഹീസ് എറർ എന്ന് പറയുന്നത് കാണിക്കുന്നില്ല, ലെറ്റർ കാണിക്കാത്തതാണ്. അല്ലെങ്കിൽ ലെറ്റർ അവൾക്ക് വന്ന ലെറ്റർ കാണിച്ചിട്ടില്ല, അത് ഇവൻ വായിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ട് മിസ്റ്റേക്ക്. ഇവിടെ ഹീസ് ബിഗ് മിസ്റ്റേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ലെറ്റർ ഇദ്ദേഹം കളയാനായിട്ടായിരുന്നു ചുരുട്ടിക്കൂട്ടി പോക്കറ്റിട്ടത്, പക്ഷെ കളയാൻ കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ ചിന്ത. നോട്ട് ദാറ്റ് അജിത്ത് ഈസ് ഗോയിങ് ടു ഫീൽ അബാഷ് അബൌട്ട് ദാറ്റ്. അദ്ദേഹത്തിന് ഒരു ശകലം പോലും, അബാഷ് ചെയ്യുന്ന അല്പം പോലും ഒരു ഷെയിം ഫീൽ ചെയ്യുന്നില്ല. ആസ് ദോ ട്രൈങ് ഹാർഡ് ടു റിമെമ്പർ ഹിസസ് ലെറ്റർ. അദ്ദേഹം ഒരു ഓർക്കാത്തതുപോലെ ചിന്തിക്കും. ലെറ്റർ,
What letter? Oh, yes. There was a letter from your mother. I just hadn't got around to giving it to you. Got around എന്ന് പറഞ്ഞാൽ to find time to something, do something എന്നാണ് got around meaning. എന്ന് പറഞ്ഞാൽ എനിക്ക് നിനക്ക് തരാനായിട്ട് പറ്റിയില്ല. Why you got around it? And why? Answer me. Why hadn't you got around to it? എന്തുകൊണ്ട് എനിക്ക് തരാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് സമയം കണ്ടെത്തിയില്ല? What a nuisance. ഇതെന്തൊരു ശല്യമാണ്. I had forgotten. ഞാൻ മറന്നു. Why else? അല്ലാതെ പിന്നെ എന്താ? ലയർ, കള്ളൻ. നോമിത ഹിസസ് ലൈക്ക് എ സ്നേക്ക്. അവളൊരു പാമ്പിനെ പോലെ ദേഷ്യം കൊണ്ട് നിന്ന് ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. Why are you saying whatever comes to your mouth? Don't people forget? അങ്ങനെ മറക്കുമോ? നിങ്ങൾ എന്താ വായി വരുന്ന എല്ലാം അങ്ങോട്ട് വിളിച്ച് പറയുന്നേ? No, they don't. Why did you open my letter? ഇനി അത് പോട്ടെ, എൻ്റെ ലെറ്റർ എന്തിനാണ് തുറന്നത്? ദിസ് ചാർജ് അജിത്ത് ട്രൈസ് ടു സ്കാറ്റർ ടു ദ വിൻ. അത് നല്ല ചെയ്യണേ, സ്കാറ്റർ ടു ദ വിൻ. അങ്ങനെ കുറേ ഞാൻ പറഞ്ഞ ഫ്രേസസ് ഉണ്ട്. സ്കാറ്റർ ടു എന്ന് പറഞ്ഞാൽ കാറ്റിൽ പറത്തുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ ശ്രമിച്ചു. വാട്ട് ഇഫ് ഐ ഓപ്പൺ യുവർ ലെറ്റർ, മൈ ഓൺ വൈഫ്സ് ലെറ്റർ? എൻ്റെ ഭാര്യയുടെ കത്ത് വായിക്കുന്നതിന് എനിക്കെന്താ പ്രശ്നം? ബി ക്വയറ്റ്, ഐ ടെൽ യു. ഫോർ വാട്ട് റീസൺ ഷുഡ് യു ഓപ്പൺ മൈ ലെറ്റേഴ്സ്? ഹാവിൻറ്റ് ഐ ടോൾഡ് യു 1000 times നോട്ട് ടു ഡു ഇറ്റ്? ഞാൻ നിങ്ങളോട് 1000 വട്ടം പറഞ്ഞിട്ടില്ലേ എനിക്ക് വരുന്ന കത്ത് ഓപ്പൺ ചെയ്യരുതെന്ന്. അജിത്ത് ഡസൻ ഫിയർ നോമിതാസ് ആങ്കർ. ഹി ഫിയേഴ്സ് എ ഓ. So he smiles an affected smile and says, if you are forbidding it, then it is definite something. Shouldn't I make sure that no one is passing you a love letters in secret? അജിത്ത് ഡസൻ ഫിയർ നോമിതാസ് ആങ്കർ. നോമിതയുടെ ദേഷ്യത്തിൽ അജിത്തിന് പേടിയില്ല. ബട്ട് ഹി ഫിയേഴ്സ് എ റോ. പക്ഷെ ഒരു കൂടുതലൊരു വഴക്കിലേക്ക് പോകും. റോ എന്ന് പറഞ്ഞാൽ ഒരു ക്വാറലാണ്. അതിലോട്ട് വരുമ്പോഴത്തേനും അയാൾക്കൊരു അല്പം ഒരു ഭയമുണ്ട്. സോ ഹി സ്മൈൽസ് ആൻഡ് അഫക്റ്റഡ് സ്മൈൽ എന്ന് പറഞ്ഞാൽ പ്രിറ്റൻഡ് ചെയ്യുക, ചിരി വരുന്നതായിട്ട് പ്രിറ്റൻഡ് ചെയ്യുകയാണ്. ഇഫ് യു ആർ ഫോർബിഡിങ് ഇറ്റ് ദെൻ ഇറ്റ് ഈസ് ഡെഫിനിറ്റ്. തീർച്ചയായിട്ടും ഡെഫിനിറ്റ് സംതിങ്. ഷുഡിൻറ്റ് ഐ മേക്ക് ഷുവർ ദാറ്റ് നോ വൺ ഈസ് പാസിങ് യു എ ലവ് ലെറ്റർ ഇൻ സീക്രറ്റ്? നിനക്ക് ആരും ഒരു ലവ് ലെറ്റർ അല്ല അയക്കുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറപ്പ് വരുത്തേണ്ടത് എൻ്റെ ആവശ്യമല്ലേ? സ്റ്റോപ്പ് ഇറ്റ്. വാട്ട് കോമൺ വൾഗർ മാൻ യു ആർ. എന്ത് വൃത്തികെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. After this, it is not possible for Ajit to smile his fake smile any longer, and now he too picks up the poison knife. Underline ചെയ്യണം, poisoned knife, and he says, is that so? Those who whine day and night and hold out their palms to their son-in-law, they are high-class people? A dung piper's daughter becomes a queen, and so ഉണ്ട്. അവിടെയൊക്കെ എക്സ്ക്ലമേഷൻ മാർക്കാണ്. അവിടെ പോയിസൺ, ഞാൻ പറഞ്ഞു ഇതിൽ നിറച്ച് ഫ്രേസസ് ഇങ്ങനത്തെ ഉണ്ട്. പോയിസൺ നൈഫ്. അദ്ദേഹം ആദ്യം വളരെ സ്കാറ്റർ ചെയ്യാൻ ശ്രമിച്ചു, പിന്നെ ലാഫിറ്റവേ അങ്ങനെ അല്ലെങ്കിൽ പ്രിറ്റൻഡ് ചെയ്യാനൊക്കെ അദ്ദേഹം ശ്രമിച്ചു, തള്ളിക്കളയാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഹി ടു പിക്സ് അപ്പ് ദ പോയിസൺ നൈഫ്. ഇപ്പം അദ്ദേഹവും വളരെ മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു, വളരെ പരുഷമായ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. ഉണ്ടോ? പോയിസൺൻ്റെ നൈഫ് അതാണ്. And he says, is that so? Who wine ചെയ്യാൻ തന്നെ ബെഗ് ചെയ്യുക. ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ഹോൾഡ് ഔട്ട് ദെയർ പാം ടു ദെയർ സൺ ഇൻ ലോ. ആർ ദേ ഹൈ ക്ലാസ് പീപ്പിൾ? നീ എന്താ പറഞ്ഞത്? നീ വലിയ കുലീന വളരെ ഹൈ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണെന്നോ? തൻ്റെ മരുമകൻ്റെ മുമ്പിൽ രാവും പകലും ഒരു ഭിക്ഷക്കാരിയെ പോലെ പൈസ അയച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ് ഹൈ ക്ലാസ്. അവിടെയൊക്കെ എക്സ്ക്ലമേഷനാണ്. എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ ബിക്കംസ് എ ക്വീൻ. എന്താ നീ ഒരു രാജ്ഞിയാന്ന് വിചാരിച്ചോ? ഒരു ഡങ് പിക്കറിൻ്റെ മകളൊരു രാജ്ഞിയാണെന്ന് ചിന്തിച്ചോ? ഡങ് പിക്കർ എന്ന് പറഞ്ഞാൽ ചാണകം പെറുക്കി നടക്കുന്ന, ഡങ് എന്ന് പറഞ്ഞാൽ കൗഡങ് എന്ന് പറഞ്ഞാൽ ചാണകമാണ്. ഡങ് പിക്കർ എന്ന് പറഞ്ഞാൽ ഇത് അത്രയും പരമദരിദ്രയായിട്ടുള്ള വീട്ടിൽ നിന്ന് വന്ന നീ ഒരു രാജ്ഞിയാണെന്ന് ചിന്തിച്ചോന്ന്. ഷട്ടപ്പ് നോമിത യെൽസ്. നോമിത ഷൗട്ട് ചെയ്യാണ്. The room is on the 3rd floor. That's a blessing. Otherwise, with that scream, everyone would have come to look at. കാരണം ഏറ്റവും മുകളിലത്തെ നിലയിലായതുകൊണ്ട് തന്നെ ആരും കേൾക്കില്ല. അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്, വലിയൊരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഇപ്പം ആളുകൾ ചുറ്റും ഓടിക്കൂടിയേനെ. ഷട്ടപ്പ്. അജിത്ത് റോസ് ഔട്ട്. വാട്ട് ഷട്ടപ്പ്? നീ എന്ത് മിണ്ടാതിരിക്കാനാണ് പറയുന്നത്? ആൻഡ് ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് ഐ പ്ലീസ്. വാട്ട് വിൽ യു ഡു? ക്യാൻ യു ഡു എനിത്തിങ്? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പോരെ? എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ലെറ്റർ വരും, ചിലപ്പോൾ ഞാൻ വായിക്കും, ചിലപ്പോൾ ഞാൻ കീറിക്കളയും, ചിലപ്പോൾ തരും. ഇത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുമെന്ന് പറഞ്ഞു. ഐ കാൺ ഡു എനിത്തിങ്. Almost panting, Nomita pronounces each word very clearly. You want to see if I can do anything? നിങ്ങൾക്ക് കാണണോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? പാൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കിതയ്ക്കുക. കാരണം അവൾ ദേഷ്യം കൊണ്ട് ജോലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും സമയം. നിനക്ക് കാണണോ ഞാൻ എന്താ ചെയ്യണതെന്ന്?
and immediately she does something that is astonishing, and she grabs Ajit matchbox that's lying near his cigarette on the table, and she lights a matchstick and touches it to her sari. അവളെ ഒരു അജിത്തിൻ്റെ മാച്ച് ബോക്സ് ആ ടേബിളിൽ കിടന്നത് സിഗരറ്റിൻ്റെ അടുത്തിരുന്ന ടേബിളെടുത്ത് മാച്ച് ബോക്സ് എടുത്ത് അതങ്ങ് വരച്ചു കത്തിച്ചു. അവളുടെ സാരിയുടെ ഒരു അറ്റത്ത് അവളത് കൊളുത്തി. Instantly it flares up and the very fine anchor of a wealthy wife's saree. ഒരു രാജ്ഞിയെ പോലെ അല്ലെങ്കിൽ ഒരു വളരെ സമ്പന്നയായ യുവതിയുടെ വളരെ വില കൂടിയ സാരിയുടെ മുന്താണി, ആൻചോൾ എന്ന് പറഞ്ഞാൽ മുന്താണിയാണ്, അതൊരു ബംഗാളി ടേമാണ് കേട്ടോ, അത് കത്തിപ്പോയി. The very next instant, Ajit, have you gone mad? He says and jumps to her side and grabs the burning patch and slaps it between his hands and put out the fire. Ajit jumps to her side and grabs the burning patch and slaps it between his hands and put out the fire. Put out എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക, ഫയർ അണയ്ക്കാനായിട്ട്, തീ അണയ്ക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത് നൗ ഹീ ഈസ് എ ലിറ്റിൽ അഫ്രൈഡ്. ഇപ്പോൾ അദ്ദേഹം അല്പം ഭയപ്പെട്ടു. ഹി ലുക്സ് ഫിയർഫുള്ളി അറ്റ് നോമിതാസ് ഫേസ്. ഇപ്പോൾ അദ്ദേഹം പേടിയോട് കൂടിയിട്ടാണ് നോമിതയെ നോക്കുന്നത് തന്നെ. സീസ് എ ഫയർ ബേണിംഗ് ദർ ആൻഡ് ബ്രൈറ്റ് ആൻഡ് ബ്ലേസിംഗ് റെഡ്. ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്ത് ഒരു ദുർഗയെ പോലെയാണ് ഇപ്പം ശരിക്കും നോമിത ഇരിക്കുന്നത്. അയാൾ വളരെ ഭയത്തോടു കൂടിയിട്ടാണ് നോമിതയെ നോക്കുന്നത്. ഹി ഡസൻറ്റ് ഹാവ് ദ കറേജ് ടു പുട്ട് ഔട്ട് ദാറ്റ് ഫയർ ബൈ സ്ലാപ്പിംഗ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ്. അവന് കൈകൾ കൊണ്ട് കെടുത്താൻ ശ്രമിച്ചിട്ട് കൈകൾ കൊണ്ട് കെടുത്താൻ പറ്റിയില്ല. സോ ഹി ട്രൈസ് ടു പോർ വാട്ടർ ഓൺ ഇറ്റ്. പോർ ചെയ്യാൻ തന്നെ വെള്ളം ഒഴിക്കുക. വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഹി അറ്റംപ്റ്റ് ടു സ്പീക്ക് നോർമലി. അത് വെള്ളം ഒഴിച്ച് കെടുത്തിയതിന് ശേഷം അദ്ദേഹം വളരെ ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് നോമിനോട് സംസാരിക്കാൻ തന്നെ പേടി. യു ലൂസ് ഓൾ യുവർ കോമൺ സെൻസ് വെൻ യു ഗെറ്റ് ആംഗ്രി. നിനക്ക് നിൻ്റെ ആ സമനില തെറ്റിപ്പോയോ? പിന്നെ ഡോണ്ട് യു എ വുമൺ ആൻഡ് സച്ച് ആൻ ആങ്കർ. ഒരു സ്ത്രീക്ക് ഇത്രയും ദേഷ്യമോ? അണ്ടർലൈൻ ചെയ്യണേ. ഒരു സ്ത്രീക്ക് ഇത്രയും എന്ന് പറഞ്ഞാൽ സ്ത്രീക്കൊരു പരിധി വെച്ചിരിക്കുകയാണ്. പാട്രിയാർക്കൽ സൊസൈറ്റി, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി, പുരുഷ സമൂഹം സ്ത്രീയുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് ഒരു പരിധി, സ്ത്രീക്ക് ഇത്രയും പാടുണ്ടോ? അതാണ് ചോദ്യം. ഹൂ നോസ് വാട്ട് നോമിത വുഡ് ഹാവ് സെറ്റ് നെക്സ്റ്റ്, ബട്ട് റൈറ്റ് ദെൻ ഹെർ നീസ് റീനി സ്റ്റെപ്പ് ഇൻ ദ റൂം. എന്തായാലും നോമിതേനെ എന്ത് മറുപടി പറഞ്ഞു എന്നറിയില്ല. അപ്പോഴത്തേനും അവളുടെ അജിത്തിൻ്റെ ചേട്ടൻ്റെ മോള് റീനി റൂമിലേക്ക് വന്നു. ഇമ്മീഡിയറ്റ്ലി ഷീ സെസ് പിയേഴ്സിംഗ്ലി, കുരിമ, ഹൗ മച്ച് ലോങ്ങർ ഡസ് ദ വാഷർമാൻ ഹാവ് ടു വെയിറ്റ്? ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗീവ് ഹിം എനി ഓഫ് യുവർ ക്ലോത്ത്സ് അറ്റ്ലീസ്റ്റ് ടെൽ ഹിം ദാറ്റ്. ചെറിയമ്മ, കുരിമ എന്ന് പറയുന്നത് അവരുടെ ഈ ബംഗാളി ടേംസാണ്. ചെറിയമ്മ, എത്ര സമയമായി നിങ്ങൾ മുറിയിലേക്ക് വന്നിട്ട്? നിങ്ങൾക്ക് ഡ്രസ്സുകളൊന്നും വാഷർമാൻ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യമെങ്കിലും അദ്ദേഹത്തെ അറിയിച്ചൂടെ? ഫോർ എ സെക്കൻഡ് ഓർ ടു നോമിത സ്റ്റിൽ. പെട്ടെന്നാണ് നോമിതയ്ക്കൊരു സ്ഥലകാലബോധം വന്ന്. പെർഹാപ്സ് റീകോളിംഗ് ദ വാഷർമാൻസ് ഫേസ് വെയിറ്റിംഗ് ഫോർ ഹെർ ഡൗൺ സ്റ്റേഴ്സ്. ദെൻ ഷീ പിക്സ് അപ്പ് ദ ഡർട്ടി ഡ്രസ് ആൻഡ് സ്റ്റാർട്ട് സോർട്ടിംഗ് ദം. ഷീ സസ് ഇൻ എ കാം ടോൺ, ഗോ ആൻഡ് ടെൽ ഹിം ഐ ആം കമ്മിങ്, ഐ എം ബ്രിങ്ങിങ് ദ ക്ലോത്ത്സ്. നീ അദ്ദേഹത്തിനോട് ചെന്ന് പറ, ഞാൻ ദാ വരുന്നു എന്ന്. Nomita speaks her mind. No one attacks her outright to her face, and they only pinch her with the sharp words. അപ്പോൾ വളരെ പെട്ടെന്നൊന്നും ഇവളെ ആർക്കും പിടികിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളെ പിന്നെ എങ്ങനെ ആക്രമിക്കുന്നത്? എന്തെങ്കിലും കുത്തുവാക്കുകൾ കൊണ്ട്, പിഞ്ച് വിത്ത് വേർഡ്സ്, എന്തെങ്കിലും നോവിക്കുന്ന വാക്കുകൾ കൊണ്ട് ഇവളെ വേദനിപ്പിക്കാൻ എന്നിട്ട് അവർ ശ്രമിച്ചിരുന്നു. ഹെർ സെക്കൻഡ് സിസ്റ്റർ ലോ ഈസ് ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ് വിത്ത് വർക്ക് മോർണിംഗ്. ശരിക്കും രാവിലെ വീട്ടിൽ നിറച്ച് ജോലികളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചേട്ടൻ്റെ വൈഫ് ജോലി ചെയ്ത് എക്സോസ്റ്റ് ചെയ്യുന്നു, വളരെ ടയേർഡായി. ആൻഡ് സീയിങ് ഹെർ ആൻഡ് ഷീ പുട്ട്സ് എ ട്വിസ്റ്റഡ് സ്മൈൽ ഓൺ ഹെർ സ്വെറ്റ് സ്റ്റിക്ഡ് ഫേസ്. അവളുടെ വേർപ്പ് ഒഴുകിയ ആ മുഖത്ത് ഒരുമാതിരി ഒരു ചിരി, ഒരു എന്താ പറയുക, ഇവളെ കണ്ടിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ച് അവൾ പറയുകയാണ്, ദാറ്റ് സംതിങ് അറ്റ്ലീസ്റ്റ് യു ഫൈനലി ഡിസൈഡഡ് ടു കം ഡൗൺ ഫ്രം അപ്സ്റ്റേഴ്സ്. നീ എന്തായാലും താഴേക്ക് അവസാനം വരാൻ തീരുമാനിച്ചല്ലോ എന്ന് പറഞ്ഞ് ഫുൾ ടൈം മോളിൽ കയറിയിരുന്ന് ഒരു രാജ്ഞിയെ പോലെ സുഖമായിട്ട് ജീവിക്കുന്നു നീ എന്നുള്ള അർത്ഥത്തിലാണ്. അവളുടെ സുന്ദരിയുമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആക്കി കുത്തി വാക്കുകൾ കൊണ്ടുള്ള കുത്തലാണ്. വെൽ ദാറ്റ്സ് സംതിങ് അറ്റ്ലീസ്റ്റ് യു ഫൈനലി ഡിസൈഡഡ് ടു കം ഡൗൺ ഫ്രം അപ്സ്റ്റേഴ്സ് ബാബ. ദർ ഈസ് നോ ഗുഡ് ഓർ ബാഡ് ടൈം ഫോർ യു. നിനക്കങ്ങനെ ഇന്ന സമയം എന്നില്ല. യു ഫൈൻഡ് ദ സ്മോളസ്റ്റ് എക്സ്ക്യൂസ് ടു ഗോ ഇൻ ടു യുവർ റൂം ആൻഡ് ഗെറ്റ് കോസി വിത്ത് യുവർ ഹസ്ബൻഡ്. നീ എപ്പോഴൊക്കെ ഹസ്ബൻഡിനടുത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദ സംഭാഷണത്തിനൊരു ചെറിയ എക്സ്ക്യൂസ് കണ്ടെത്തി നീ അപ്പം തന്നെ മുകളിലേക്ക് പോകും. ദെൻ ഡസ് ദ ലവ് ടോക്ക് നെവർ ഗെറ്റ് സോൾവ്. നിങ്ങളുടെ ഈ സ്നേഹ സംഭാഷണം ഒരിക്കലും തീരില്ല, അവസാനിക്കില്ലേ? എത്ര നാളായില്ലേ വിവാഹം കഴിഞ്ഞിട്ട് എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചെറിയ
പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. ഗെറ്റ് കോസി എന്ന് പറഞ്ഞാൽ കോസി കംഫർട്ടബിൾ. നോമിത ലുക്സ് അറൗണ്ട് വൺസ് ടു ഗെറ്റ് ദ സെൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ താഴേക്ക് വന്ന് ഉടനെ ചേട്ടത്തിമാരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ ഈ സാഹചര്യം എന്താണോ നടക്കുന്നതെന്നൊന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കണ്ടേ. സീസ് ദ ഹേർലി വെളി ഓഫ് ദ മോർണിംഗ്, സീസ് ദ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ ഓൺ ഐദർ സൈഡ്, ഹെയർ വോയിസ് മസ്റ്റ് നോട്ട് ട്രെമ്പിൾ. അവളുടെ ശബ്ദം ഇടറാതിരിക്കാൻ ശ്രമിച്ചു. ഹേർലി വെളി ഓഫ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും രാവിലെ ഭയങ്കര തിരക്ക്, ഹസി ബസി ഓഫ് ദ മോർണിംഗ്, രാവിലത്തെ തിരക്ക്. So she too smiles a small smile and says in an extremely soft voice, "Oh, it's nothing like that. You should come and peek sometime." നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് മുകളിൽ വന്ന് നോക്കൂ, അപ്പോൾ അറിയാമല്ലോ. ഞങ്ങളുടെ റൂമിലേക്ക് ഒന്ന് വന്ന് നോക്കൂ, അപ്പോൾ അറിയാം അവിടെ എന്താ നടക്കുന്നതെന്ന്. അവർ ടോക്ക് ഈസ് ഓൾവേസ് ആംഗ്രി ടോക്ക്. ഞങ്ങൾ എപ്പോഴും തന്നെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയെന്ന്. ഡു യു നോ, സത്യം എന്താണെന്ന് ചേട്ടത്തിമാർക്ക് അറിയാമോ എന്ന്. അപ്പം മെജോ വൈഫ്, മറ്റൊരു ചേട്ടൻ്റെ ഭാര്യ, ലാഫ്സ് ആൻഡ് സെസ്, "സ്റ്റോപ്പ് ഇറ്റ് നോ വൈഫ്. Don't cover up the forbidden fish with your pious spinach. We haven't been raised on monkey grass. Why do we need to peek in? What you are showing us right in front of our eyes. And 24 hours a day." തന്നെയല്ല, ഓരോ ബംഗാളി ടൈമിൽ ഓരോ ചേട്ടന്മാരുടെ ഭാര്യമാരാണ്. "Don't cover up the forbidden fish in your pious spinach." സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് ചീരയാണ്. എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾക്കിത് മനസ്സിലാകും. വി ഹാവിൻ ബീൻ റേസ്ഡ് ഓൺ ഡോങ്കി ഗ്രാസ്. ഞങ്ങൾ വെറും പുല്ല് തിന്ന് ജീവിക്കുന്നവരൊന്നുമല്ല. വൈ ഡു വി നീഡ് ടു പീക്ക് ഇൻ? ഞങ്ങൾ എന്തിനാ നിങ്ങളുടെ റൂമിൽ വന്ന് നോക്കണം? വാട്ട് യു ആർ ഷോവിങ് അസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ്. നീ ഞങ്ങളുടെ മുമ്പിൽ എന്തിനാണ് ഇത് കാണിക്കുന്നത്? 24 hours ഡേ, ഒരു ദിവസം 24 മണിക്കൂറല്ലേ. അതിൽ മിക്കവാറും നിങ്ങളുടെ മോളിൽ പോയി നിങ്ങളുടെ റൂമിലിരുന്ന് നിങ്ങളുടെ സൗഹൃദ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ചേട്ടത്തിമാർ കുറ്റപ്പെടുത്തി പറയുന്നു. നോമിത ലാഫ്സ് എ ലാഫ് ദാറ്റ് ക്യാൻ ബ്രിങ് ആൻ അട്രാക്റ്റീവ് ഫ്ലഷ് to a white face. After laughing that laugh, she says, "Go on. You say the naughtiest things." നോമിത അവളുടെ അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ മാറിയിട്ട് നല്ല ചിരിച്ച് ഒരു പ്രത്യേക ഫ്ലഷ് ടു എ വൈറ്റ് ഫേസ്, അവളുടെ നല്ല വെളുത്ത് തുടുത്ത ആ ഫേസിലൊരു അലങ്കാരം പോലെയുള്ളൊരു ചിരി. ആഫ്റ്റർ ലാഫിങ് ദാറ്റ് ലാഫ് ഷീ സെസ്, "ഗോ ഓൺ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ ചേട്ടത്തിമാരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോട്ടീസ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുസൃതികളൊക്കെ പറയണേ പറഞ്ഞോളെ." The busy bar of wife runs up. "And have you chopped the vegetables?" മറ്റൊരു ചേട്ടൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, "നിങ്ങൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിഞ്ഞോ?" "ഓ, ആർ യു ജസ്റ്റ് ടെല്ലിങ് ദ സ്റ്റോറീസ്?" നിങ്ങളതേ വെറുതെ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണോ? ആൻഡ് സഡൻലി ഷീ സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്ട്സ്, "വാട്ട്സ് ദാറ്റ്? വാട്ട്സ് ദിസ് അൺലക്കി തിങ്? നോ വൈഫ്, ഹൗ ഡിഡ് യു ബേൺ യുവർ ആഞ്ചൽ ദാറ്റ് വേ?" നീ നിൻ്റെ സാരിയുടെ ആഞ്ചൽ ഇതെങ്ങനെയാണ് കത്തിച്ച് കളഞ്ഞ്? അപ്പോഴാണ് മൂത്ത ഇടത്തി ഏതോ ഒരു ചേട്ടൻ്റെ ഭാര്യ വന്നിട്ട് ചോദിക്കുകയാണ്, "ഇതെന്താ സാരിയുടെ അറ്റം ഇങ്ങനെ കത്തിയിരിക്കണത്?" നോമിത ടു സ്റ്റാർട്ട്സ് ബട്ട് ഓൺലി ഫോർ എ മൊമെൻറ്റ്. Then the next instant she folds the anchor back quickly and says, laughing, "Oh, don't remind me. It's exactly what you keep warning me about. I didn't listen. And see what happened. I used my anchor to lift a hot pot of water off the stove, and that did it." പെട്ടെന്നൊരു മറുപടി ഇവൾ കണ്ടെത്തുകയാണ്. നോമിത ടു സ്റ്റാർട്ട്സ് but only for a moment, and the next instant she folds the anchor back quickly and says, laughing, "Oh, don't remind me." എന്നെ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തല്ലേ. അത് രണ്ടർത്ഥത്തിലുണ്ട് അവിടെ. ഒന്ന്, അതിൻ്റെ ശരിക്കുള്ള ഇൻസിഡൻറ്റ് അവളിൽ സങ്കടം ഉണർത്തുന്ന ഓർമ്മ. രണ്ടാമത്, ഇവൾക്ക് ഇവരിൽ നിന്ന് കവറപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്റ്റോറിയുണ്ട്. എക്സാക്ട്ലി വാട്ട് യു കീപ് വാർണിംഗ്. നിങ്ങൾ ചേട്ടത്തി എന്നെ എപ്പോഴും ഉപദേശിക്കാറില്ലേ, "ഐ ഡിഡ്ന്റ് ലിസൺ." പക്ഷെ ഞാനതൊന്നും അന്ന് ശ്രദ്ധിച്ചില്ല. "സീ വാട്ട് ഹാപ്പൻ. ഐ യൂസ്ഡ് മൈ ആൻചോൾ ടു ലിഫ്റ്റ് എ ഹോട്ട് പോട്ട് ഓഫ് വാട്ടർ ഓഫ് ദ സ്റ്റൗവിൽ നിന്നും തിളച്ച വെള്ളം വാങ്ങിയപ്പോൾ ഞാൻ ഈ സാരിയുടെ അറ്റം ഉപയോഗിച്ച് വാങ്ങി, അപ്പോൾ കത്തിപ്പോയതാണ്" എന്ന് പറഞ്ഞു. കണ്ടോ, അവിടെയൊക്കെ ഒരു സ്ത്രീ അവളിരിക്കുന്ന ആ ഒരു കൊമ്പ് മുറിക്കാതെ ശ്രമിക്കുന്നുണ്ട്. എത്ര ദേഷ്യം വന്നാലും അവളെ ഇരിക്കുന്ന അല്ലെങ്കിൽ അവളുടെ ആ ഒരു കുടുംബം, ആ ഒരു യൂണിറ്റ്, ആ കുടുംബം എന്ന് പറയുന്ന അതിൻ്റെ ഭദ്രതയ്ക്കൊരു കോട്ടം തട്ടാതെ എത്ര മുറിവേറ്റാലും ആ സ്ത്രീക്ക് അതിനുള്ള ആ ഒരു ക്ഷമ പെട്ടെന്ന് കിട്ടുകയാണ്. നോമിത പുൾസ് ദ ബാസ്ക്കറ്റ് ഓഫ് പൊട്ടറ്റോസ് ആൻഡ് ഇറ്റ് ടുവേർഡ്സ് ഹെർസെൽഫ് ആൻഡ് സിറ്റ്സ് ഡൗൺ ടു പീൽ ദ പൊട്ടറ്റോസ്. ആൻഡ് ഇൻ ഹെർ മൈൻഡ് ഷീ കീപ്സ് തിങ്കിങ് അബൌട്ട് ഹൗ ഷീ മൈറ്റ് ബി ഏബിൾ ടു സെൻഡ് ഹെർ മദർ എ ഫ്യൂ റുപ്പീസ്. ആൻഡ് ഷീ കാൺ റിയലി റൈറ്റ് ടു ഹെർ, "I can do
ഐ കാൺട്ട് ഡു എനി മോർ ആൻഡ് ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. അപ്പോൾ അവൾ പിന്നെ ചിന്തിക്കുകയാണ്, 1 മിനിറ്റ് നേരത്തേക്ക് അവൾ ചിന്തിക്കുകയാണ്. അവൾ ചേട്ടത്തി പറഞ്ഞതനുസരിച്ച് മറ്റേ വെജിറ്റബിൾസ് പിന്നെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കാൻ നോക്കുകയാണ്. അതിനിടയ്ക്ക് അവിടെ ഉള്ളിലേക്ക് വന്ന കാര്യമാണ് സീക്രറ്റ്ലി ടു സെൻഡ് ഹെയർ മദർ എ ഫ്യൂ റുപ്പീസ്. കൊടുക്കില്ല, ഇനി മേലെ അമ്മയ്ക്ക് ഒരു സാധനം കൊടുക്കില്ല, അമ്മ ഒരു സഹായം ചെയ്യില്ല എന്നൊക്കെ ചിന്തിച്ച ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ മാറി ചിന്തിക്കുകയാണ്. ഷീ കാൺ റിയലി റൈറ്റ് ടു ഹെയർ. അങ്ങനെ ഒരു മകൾക്കൊരമ്മയ്ക്ക് എഴുതാൻ പറ്റുമോ? ഐ കാൺ ഡു എനി മോർ ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. അത് നേരത്തെ നമ്മൾ അതിന് മുമ്പത്തെ ഒരു പാസേജിൽ വന്ന ഭാഗമാണത്, ഒരു പാരഗ്രാഫിൽ വന്ന കാര്യമാണ്. ഞാൻ ഈ മേലാൽ അമ്മയ്ക്ക് പൈസ കൊടുക്കില്ല, അമ്മയെ ഹെൽപ്പ് ചെയ്യില്ല, എഴുതരുതെന്ന് അമ്മയ്ക്ക് വാൺ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ കുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ അങ്ങനെ ചെയ്യില്ല. സീക്രറ്റ്ലി സെൻഡ് ഹെയർ സമ്മൺ. വളരെ രഹസ്യമായിട്ട് എൻ്റെ അമ്മയ്ക്ക് പൈസ കൊടുക്കണം, എൻ്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ ആരാണുള്ളത്. അതാണ് ഒരു സ്ത്രീ എത്ര കത്തി ജ്വലിച്ചിരുന്നാലും താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു നൈമിഷികമായിട്ട് ചിലപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ഒരു അമ്മയായിട്ടും മകളായിട്ടും ഭാര്യയായിട്ടും എല്ലാ രീതിയിലും അവളുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. എന്ത് ദേഷ്യം വന്നാലും ആ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം അവൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, വളരെ പക്വതയോടുകൂടി. ഓവർ ദർ ദ എൻറ്റയർ വില്ലേജ് നോസ് നോമിത ഈസ് എ ക്വീൻ. നോമിതാസ് ഹസ്ബൻഡ് ഈസ് ഹൈലി മൈൻഡഡ്, ലാർജ് ഹാർട്ടഡ്. നാട് മുഴുവൻ അറിയപ്പെടുന്നത്, നാട്ടിലുള്ള മുഴുവൻ ആളുകളും പറയുന്നത് എന്താണ്? നോമിത ഈസ് എ ക്വീൻ. ആ നാട്ടിലെ രാജ്ഞി. കാരണം അവൾ അതീവ സുന്ദരിയാണ്. ആ നാട്ടിലെ ഏറ്റവും സമ്പന്നനായ ഒരു ചെറുപ്പക്കാരനാണ് അജിത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ നാട്ടിലെ രാജ്ഞിയല്ലേ. അതും അജിത്ത് എങ്ങനെയുള്ള മനുഷ്യനാണ്? വളരെ വിശാല ഹൃദയം, വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ് അജിത്ത് എന്നാണ് നാട്ടിലുള്ള മുഴുവൻ സംസാരവും. ദിസ് ഈസ് പ്രിസൈസ്ലി വൈ ഐ കമ്പയർ വിമൻ ടു മാച്ച് ബോക്സ്. ഇനി റൈറ്ററുടെ ഭാഷ്യത്തിലേക്ക് വരികയാണ്. ഞാൻ ഇതുകൊണ്ടാണ് സ്ത്രീയെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. വെൻ ദേ ഹാവ് ദ മെറ്റീരിയൽസ് വിതിൻ ദംസെൽസ് ടു സെറ്റ് ഓഫ് മെനി റേജിങ് ഫയേഴ്സ് ദേ നെവർ ഫ്ലെയർ അപ്പ് ആൻഡ് ബേൺ അവേ ദ മാസ്ക് ഓഫ് മെൻസ് ഹൈ മൈൻഡഡ്നെസ്, ദർ ലാർജ് ഹാർട്ടഡ്നെസ്. അത് ആ ഫുൾ പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. സ്ത്രീക്ക് എത്ര ദേഷ്യം വന്നാലും, എത്ര മെറ്റീരിയൽസ് അവളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും, എത്ര പവർഫുള്ളാണ് അവളെങ്കിൽ പോലും അവൾ എന്ത് ചെയ്യുന്നില്ല? ടു സെറ്റ് ഓഫ് മെനി റേജിങ് ഫയേഴ്സ്. അവൾക്ക് എന്ത് കത്തി ജ്വലിപ്പിക്കാനുള്ള അത്രയും പവർ അവൾക്ക് ഉണ്ടെങ്കിൽ പോലും ദേ നെവർ ഫ്ലെയർ അപ്പ് ആൻഡ് ബേൺ അവേ ദ മാസ്ക് ഓഫ് മെൻസ് ഹൈ മൈൻഡഡ്നെസ്. പുരുഷൻ്റെ ആ വിശാല ഹൃദയം, അല്ലെങ്കിൽ വിശാല ഹൃദയനാണ്, അല്ലെങ്കിൽ ലാർജ് ഹാർട്ടഡാണ്, കൈൻഡ് ഹാർട്ടഡാണ്, അല്ലെങ്കിൽ ബ്രോഡ് മൈൻഡഡ് ആണ്, അങ്ങനെയുള്ള ആ ഒരു മാസ്കിനെ കത്തിച്ച് കളയാൻ അല്ലെങ്കിൽ കത്തിച്ചാമ്പലാക്കാൻ അവൾ ശ്രമിക്കുന്നില്ല. ദേ ഡോണ്ട് ബേൺ അവേ ദെയർ ഓൺ കളർഫുൾ ഷെൽസ്. അതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഫാമിലി എന്ന് പറയുന്ന ആ യൂണിറ്റ്, ആ കളർഫുൾ ഷെല്ല്, അച്ഛനുള്ള സ്ഥാനം, അമ്മയ്ക്കുള്ള സ്ഥാനം, ഭർത്താവിനുള്ള സ്ഥാനം, മക്കൾക്കുള്ള സ്ഥാനം, ഈ മൾട്ടിപ്പിൾ റോൾസാണ് പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്നത്. ആ എല്ലാ റോളുകളിലും കുറച്ചെങ്കിലും നീതിപൂർവമായിട്ട് ചെയ്യാനായിട്ട് സ്ത്രീകൾ ശ്രമിക്കാറുണ്ട്. ദേ ഡോണ്ട് ബേൺ അവേ ദെയർ ഓൺ കളർഫുൾ ഷെൽ. ആ കുടുംബം എന്ന് പറയുന്ന അതിൻ്റെ ആ യൂണിറ്റി, അല്ലെങ്കിൽ അവിടെ പുരുഷനുള്ള അംഗീകാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശ്രേയസ്, പൊതുസമൂഹത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വില, നമ്മളുടെ വില, സ്ത്രീകളുടെ വില ഇത്തിരി പോയാൽ പോലും പുരുഷൻ്റെ വില കളയാതിരിക്കാനാണ് പലപ്പോഴും പല സ്ത്രീകളും ശ്രമിക്കുന്നത്. അവരുൾപ്പെടുന്ന ആ യൂണിറ്റ്, ആ കുടുംബം എന്ന് പറയുന്ന ആ യൂണിറ്റിൻ്റെ ഭദ്രത ഷാറ്റർ ചെയ്യാതെ, തകർക്കാതെയും, അതാണ് ആ കളർഫുൾ ഷെല്ലെന്ന് ഉദ്ദേശിക്കുന്നത്. കളർഫുൾ ഷെല്ലെന്ന് പറയുന്ന കുടുംബം എന്ന് പറയുന്ന ആ യൂണിറ്റാണ്. അത് കളയാതിരിക്കാനും മാക്സിമം ഓരോ സ്ത്രീയും ശ്രദ്ധിക്കുന്നു. ദേ വോണ്ട് ബേൺ ദം ദ മെൻ നോ ദിസ് ടു. പുരുഷനും ഇതറിയാം. അപ്പോൾ ഒരു പുരുഷനെയും അവഹേളിക്കുന്ന രീതിയിൽ ഒരു പബ്ലിക്കിൽ ഒരു സ്ത്രീ പെരുമാറില്ല. അതാണ് പുരുഷൻ്റെ ഒരു തൻ്റെ ഇടം, പുരുഷൻ്റെ ഒരു സ്വാർത്ഥത. അപ്പം വീടിനകത്ത്, ആ റൂമിനകത്ത് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയെങ്കിലും പുറമേക്ക് വരുമ്പോൾ, താഴേക്ക് വരുമ്പോൾ ഒരിക്കലും അജിത്തിനെ മോശക്കാരനാക്കിയിട്ട് ഇവൾ പറയുന്നില്ല. That is why they leave them scattered so carelessly in the kitchen, in the pantry, in the bedroom and here and there. അതുകൊണ്ടാണ് സ്ത്രീകളെ ഇതിലെയൊക്കെ വളരെ സേഫായിട്ട്, എത്രമാത്രം പവർഫുള്ളാണെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു, പക്ഷേ വളരെ ഫ്രീ ആയിട്ട് അവരുപേക്ഷിക്കപ്പെട്ട്, അല്ലെങ്കിൽ അവരെ അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. ഇത്രയും പവറുള്ള സാധനം ഒരിക്കലും സ്വയം സ്ഫോടനം ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ
ക്വൈറ്റ് വിതൗട്ട് ഫിയർ ദേ പുട്ട് ദം ഇൻ ദർ പോക്കറ്റ്. അവരവരുടെ പോക്കറ്റിൽ വെച്ചിരിക്കുകയാണ് തീപ്പെട്ടി. എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ത്രീയെ തൻ്റെ ചൊൽപ്പടിക്ക് ആണെങ്കിൽ തൻ്റെ ഒരു അധികാര പരിധിയിലാണ്, സ്ത്രീയെ തൻ്റെ നിയന്ത്രണത്തിലാണ് നിർത്തിയിരിക്കുന്നത് പുരുഷൻ. അല്ലാണ്ട് സ്ത്രീക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് റൈറ്റർ അതിനെ ഒന്ന് ചോദ്യം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീക്കും അത്രയും ഇതില്ലേ, അത്രയും സ്വാതന്ത്ര്യങ്ങളില്ലേ? പക്ഷേ അതനുസരിച്ച് ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ അത്രയും സ്വാതന്ത്ര്യങ്ങൾ സ്ത്രീക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നോമിതയ്ക്ക് ലഭിക്കുന്നില്ല. നോമിത ആ തൻ്റെ ചട്ടക്കൂട് അല്ലെങ്കിൽ തൻ്റെ ആ ഒരു കുടുംബ ഭദ്രത തകർക്കാതിരിക്കാൻ നോമിതയും മാക്സിമം ശ്രമിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇതിനകത്ത് ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച്, അജിത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, പിന്നെ ഇഷ്ടംപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.